തൂഫാൻ അറസ്റ്റ് 10,000. ഏറ്റവും കൂടുതൽ എറണാകുളത്ത് 1393, കുറവ് കാസർഗോഡ് 229 പേര്. തൂഫാൻ വൻ വിജയം, മദ്യത്തിന്റെ കച്ചവടം കൂടിയെന്ന്, അടിപൊളി ഒരു വാർത്തകളെ. പിന്നെ ഉണ്ട് അവസാനം വേറെണ്ണം വന്നേക്കുന്നേ, ഇത് ഭയങ്കര രസമാണ്. പണിയിരുന്നത് ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും വരുത്തിവെച്ച വിലക്കയറ്റത്തെ കുറിച്ചാണ്. പോലീസും എക്സൈസും മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ ഇറങ്ങി പുറപ്പെട്ടതോടെ MDMAക്കും കഞ്ചാവിനും വലിയ വിലയാണ്. അതായത് ഇവര് നടന്ന് പിടിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അതിന് വില കൂടിയെന്ന്. ഇതിങ്ങനെ വിളിച്ച് പറയാതെ എന്തൊരു നാണക്കേടാന്ന് ഓർത്തായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടത്ത് പോലുമില്ല ചിലപ്പോൾ. ഇതിന് വില കൂട്ടിയാൽ മേടിക്കാനൊക്കെ ആള് കാണും. പണ്ട് സിഗരറ്റിന് ഇത്ര വിലയില്ലാന്ന്, മദ്യത്തിന് വിലയില്ലാന്ന്, ഇനി ഇതിന്റെ വില കൂട്ടി. ഇനി ഇമാര് ലീഗലാക്കാൻ പോവാണോ ആവോ? മദ്യത്തിന് വേണ്ടി ഇത്ര വിലയില്ലാന്ന്, മാറ്റൊക്കെ ചുമ്മാ 10 ചാരായൊക്കെ ഉണ്ടാകുന്നു, പട്ട ചാരായ 10 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ഒരു 10 ml കണ്ടടിക്കും. അതിന് മാറ്റിനൊന്നും വലിയ വിലയില്ലാന്ന്. പിന്നെ അതുകൊണ്ട് വിദേശ മദ്യം എന്നൊക്കെ പറഞ്ഞ സാധനം ഇറക്കിയ ഭയങ്കര വില. പക്ഷെ ഇപ്പോൾ ഓൺലൈനിൽ കനാബിസിന്റെ ഓരോ പ്രോഡക്ട്സ് കിട്ടും, ഗമ്മി, വാങ്ങ്, വേറെ എന്താ കിട്ടും, ഓയിലല്ല എന്തോ ഡ്രോപ്സ് ആയിട്ടൊക്കെ അടിക്കാൻ പറ്റുന്നത്. അതിനൊക്കെ ഭയങ്കര വിലയാണ്. എനിക്കൊന്ന് അവരുമായിട്ടാണോ ഇനി ഇവർക്ക് അതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണോ ഇത്തിരി സാധനങ്ങൾ പിടിക്കുന്നത്? വില കൂട്ടിയിട്ട് വിൽക്കുവാണല്ലേ. ഇപ്പം എന്തിനാണ് വില കൂട്ടുന്നത്? ഇത് എങ്ങനെ വില കൂടി? സാധനം കിട്ടാഞ്ഞിട്ടല്ല, സാധനം ആവശ്യത്തിനുണ്ട്. പക്ഷേ ഇവരെ കവർ ചെയ്ത് ഇവിടെ എത്തിക്കുന്നതിന് റിസ്ക് കൂടിയപ്പോൾ മാഫി എന്ത് ചെയ്തു? ആ റിസ്കിനുള്ള പൈസ ഇവരെ മേടിക്കാൻ പോവുക. ഇപ്പോൾ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നവർക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടാകും, നല്ലത് അവർ തരത്തിൽ നോക്കിയാൽ ഈ ഒടുക്ക് പാർട്ടികളുടെ അടി കാണിക്കും. പക്ഷേ കുഴപ്പം പറ്റിയേക്കുന്നത് വെച്ചാൽ മദ്യം അതുപോലെ കുടിക്കുന്നുണ്ട്. മദ്യത്തിൻ്റെ കച്ചവടം ഭയങ്കരമായിട്ട് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ടാകും. മദ്യത്തിൻ്റെ കച്ചവടം കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ MDMA കഞ്ചാവ് മുതൽ 2 സാധനങ്ങൾ. കഞ്ചാവ് അടിക്കാൻ കിട്ടാത്തവർ കള്ളു കുടിച്ച് കഴിയുമ്പോൾ വയലൻ്റ് ആവും, MDMA അടിക്കാൻ കിട്ടാത്തവർ കള്ളു കുടിച്ച് കഴിയുമ്പോൾ വയലൻ്റ് ആവും. അതുകൊണ്ടാണ് ഇവിടെ ഈ അക്രമ സംഭവങ്ങൾ അതിൻ്റെ പാരലിൽ നിങ്ങൾ നോക്കി ഇഷ്ടം പോലെ കാണാൻ പറ്റും. അടി എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം അടിയാണ്. കള്ളു കുടിച്ചവന്മാരെ അടി ഉണ്ടാക്കുന്നത്. എന്നെ അന്ന് അടി ഉണ്ടാക്കിയവന് കള്ളു കുടിച്ചിട്ടാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ കള്ളുണ്ടെന്ന് അവന്മാർ അത് പിന്നീട് പറയുന്നത് അങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു എന്ന് പറയും. അവരൊന്നും അങ്ങനെ അടിച്ചടിച്ച് വരുവാന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല പൂർണ്ണവും അവർ പറയുന്നത് സത്യമാകാൻ ചാൻസ് ഇല്ല എന്നാൽ പോലും പറയാൻ പറ്റത്തില്ല എന്തോ. ഇനി അവന്മാർ അത് അടിച്ച് കാണും. കള്ള് കൂട്ടത്തിൽ എന്തിനും അടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്തൊക്കെ അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവരെന്ത് ചെയ്യും? കുറച്ചേ സാധനം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിന് വില കൂടി. ശരിയാ, അവർ കുറച്ച് MDMA മേടിക്കുന്നു, കുറച്ച് കഞ്ചാവ് മേടിക്കുന്നു, ബാക്കി കള്ളൂടെ മേടിച്ച് എല്ലാം കൂടെ അടിക്കുന്നു. പുറത്തിറങ്ങി ഈ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ ദേഷ്യം കൂട്ടും, അഗ്രഷൻ, പിന്നെ ആങ്കർ, അതുപോലെ തന്നെ ഡിപ്രസൻ്റ് ആണ്, പിന്നെ റാഷ് ഡ്രൈവിങ്, ആക്സിഡൻസ് കൂട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ എന്തോരം അടിപിടിയാ, നിരത്തി പിടിച്ച് അടിപിടിയാ. അതും കള്ളുടിയന്മാരെല്ലാം കൂടെ കിടന്ന് റോഡിൽ കിടന്ന അഭ്യാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇവർക്ക് ഈ മദ്യത്തിൻ്റെ കച്ചവടം ഒന്ന് കൂട്ടണം. അതിന് അതൊരു പ്രയോജനമായി തൂഫാൻ കൊണ്ട്, അല്ല വേറെ പ്രയോജനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ആളുകളുടെ ഈ പറഞ്ഞ പോലെ എന്താ രക്ഷിക്കാനാണെങ്കിൽ മദ്യം ഉറപ്പായിട്ടും കൺട്രോൾ ചെയ്യേണ്ടത് സമയം കഴിഞ്ഞു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല കൊള്ളാത്ത രാജ്യത്തൊക്കെ മദ്യം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ പറഞ്ഞ ലൈസൻസൊക്കെ ഉണ്ട് പലർക്കും. ഇവിടെ അതുമല്ലോ ഉണ്ടോ? ഇല്ലേ വേണ്ട. ഈ മദ്യപാനികൾ, ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ മാനസികാരോഗ്യ പ്രശ്നം നേരിടുമ്പോൾ അതിന് വേണ്ടുന്ന റീഹാബിലിറ്റേഷൻ സെൻ്ററോ ഡീഅഡിക്ഷൻ സെൻ്റേഴ്സോ ഒന്നും വേണ്ടത്ര ഇല്ല കേരളത്തിൽ. കാശുള്ളവർക്ക് വലിയ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പാടുപെടും. അപ്പോൾ ഇങ്ങനെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മദ്യത്തിൻ്റെ കച്ചവടം കൂടി. അപ്പോൾ എന്താ ലഹരി അല്ലേ? മദ്യം ലഹരി അല്ല. ഓക്കെ, അങ്ങനെ കുറേ പേരുടെ കാശ് ഇപ്പോൾ കുറേ പോകും. ഈ കഞ്ചാവൊക്കെ ചെറിയ ഈ വിലയൊക്കെ പറിച്ച് വലിയ വിലയൊന്നും ഇല്ല അതിന്. അതൊക്കെ അടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ കള്ളു കുടിക്കാൻ വേണ്ടി കണ്ടോണം കുടുംബമൊക്കെ നശിപ്പിക്കുമാർ. കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അടിച്ച് കഴിയുമ്പോൾ അഗ്രഷൻ കൂടും. അതാണ് ഈ അടിപിടി വെട്ടുകുത്തൊക്കെ വരുന്നത്. ഒത്തിരി കൊലപാതകങ്ങൾ, അക്രമ സംഭവങ്ങൾ എന്തോരം റിപ്പോർട്ട് ചെയ്തുവാണെന്നറിയോ? ആശുപത്രികളിൽ ചെന്നാൽ അറിയാം. അവിടെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കഞ്ചാവ് ഇവിടെ അങ്ങോട്ട് പിണറായി വിജയൻ അങ്ങ് ഇറക്കി, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്ന സംഭവമൊന്നും അല്ലത്. ഇതിനു വേണ്ടി കിടന്ന് അധികം മസിൽ പിടിച്ച് കാണത്തില്ലായിരിക്കും. അത് അറിയത്തില്ല എന്താ അവരങ്ങനെ ചെയ്തതെന്ന്. ഇവർ കിടന്ന് അതിനു വേണ്ടി കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ വില കൂട്ടി. വില കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് ഇപ്പോൾ ഡിമാൻഡ് കൂടി വരിക. ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞവന്മാർക്ക് നല്ല കുറച്ച് പേര് ഡീലേഴ്സ്, മെയിൻ ഡീലേഴ്സ്, അവർ വേണ്ട ബ്രൈബ് കൊടുക്കാനൊക്കെ ഉള്ള പൈസ ആയിരിക്കും കൂട്ടിയിരിക്കുന്നത്. കാരണം ഇതിനപ്പുറം കിടത്തണമെന്ന് ഇപ്പോൾ ഒത്തിരി പേർക്ക് പൈസ കൂടുതൽ കൊടുക്കണമായിരിക്കും. മനസ്സിലായോ? നേരത്തെ എത്ര കൊടുത്തോണ്ടിരുന്നതിനൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും ഇപ്പോൾ. അതാ എല്ലാവരും ഇനി വല്ലവരെ മാറ്റണോ, വരണത്തിൽ നടക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വല്ലവരും തട്ടിക്കളയുമെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ ഇനി ഇവരുടെ ഓപ്പറേഷൻ തൂഫാനിന് ബദലായിട്ട് ഓപ്പറേഷൻ വേറെ എന്തെങ്കിലും സാധനം മാഫിയ പ്ലാൻ ചെയ്യും. സിനിമയിലെ കണ്ടിട്ടില്ലേ? പോലീസുകാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ മറ്റേ മോഹൻലാലൊക്കെ ഇങ്ങനെ ചന്ദനത്തടിയൊക്കെ കുരിശൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ടൊക്കെ വരത്തില്ല, പിരിമുറി എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടത്തിനകത്ത് ഊമ്പിയ കുറേ ട്രിക്കൊക്കെ കാണിക്കത്തില്ല. അതുപോലത്തെ അല്ല. അവരൊക്കെ ചെയ്തതിൻ്റെ അംശമൊക്കെ ഇമാർ കാണിക്കുന്നുള്ളൂ സിനിമയിലൊക്കെ. ഇതിലും വലിയ അമേരിക്ക ഇത് കടത്തിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിനെയും കുറച്ചുകൂടി പണിയാവും. അപ്പോൾ ഈ പറഞ്ഞ കാശും പോവും, ഈ പറഞ്ഞ പ്രശ്നങ്ങളും കൂടും. ഇപ്പോൾ സിഗരറ്റിൻ്റെ വില കൂട്ടുമായിരുന്നു. നേരത്തെ ഒന്നും ഇത്രയും വിലയൊന്നും ഇല്ല. മദ്യത്തിൻ്റെ വില കൂട്ടുക. ഇനിയിപ്പോൾ കഞ്ചാവിൻ്റെയും ഇതിൻ്റെ കൂടെ വില കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായി. ഇവർ മാഫിയ സഹായിക്കുവാണോ? ആർക്കറിയാം. മെയിൻ ടീമുകൾക്ക് കാശുണ്ടാക്കിയാൽ മതി എന്നുള്ള എന്തെങ്കിലും നയമായി ഇപ്പോൾ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. അത് ഇനിയും വരും. ഇനി ഇതിനപ്പുറം ചാടി കിടക്കുന്ന പരിപാടികളായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ പാവപ്പെട്ടവനൊക്കെ വിറ്റുകൊണ്ടിരുന്ന സാധനം ഇനി വലിയ ഡോണൊക്കെ വിറ്റ്
അവിടെ ഇവിടെയൊക്കെ ഒന്നുണ്ട് കൊലപാതകവും ഭീഷണിയും ഒറ്റി കൊടുക്കുന്നവന്മാരെ തട്ടലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റലാണ് ഇവരുടെ പരിപാടി. മെയിനായിട്ടും എക്സൈസ് സാധനം കിട്ടുന്നത് ഒറ്റുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒറ്റുകാരെയൊക്കെ പൊക്കി കഴിയുമ്പോൾ നൈസായിട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കും, കിട്ടേണ്ടവർക്ക് കിട്ടും. അതാണ് നല്ല ഒരു നോക്കിയാൽ എനിക്ക് അങ്ങനെ കാര്യത്തിൽ നല്ലതായിട്ട് പറയാനുള്ളൂ. കാരണം കുറേ അലമ്പരിയും സടിക്കാതിരിക്കുന്ന നല്ലത്. എന്തടിച്ചാലും പ്രശ്നമുള്ളവന്മാർക്ക് കിട്ടരുത്. വളരെ നൈസായിട്ട് അടിക്കുന്ന കുറച്ച് കാശൊക്കെ മുടക്കി അടിക്കട്ടെ, ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കും. ഇത്രയും കാശൊക്കെ മുടക്കി അടിക്കുന്നതല്ലേ, കുറച്ച് കൊള്ളാതെ എൻവയൺമെൻറ്റിലേക്ക് അടിക്കാതൊക്കെ വിചാരിച്ചിട്ട് നല്ല നല്ല കഞ്ചവടിക്കാരും ഒക്കെ ഈ കേരളത്തിൽ ഉണ്ടാവട്ടെ. എന്നാലും തൂഫാൻ്റെ പരിപാടി കൊള്ളാം, നല്ല കോമഡി ആയിട്ടുണ്ട്. ഇപ്പം 10,000 പേരെ കേസ് എടുത്തിട്ട് എന്തോ ആയോ എന്തോ, എല്ലാവരും കുറേ കേസിൽ കുടുക്കിയിട്ട് ഇറക്കി വിടും, പിന്നെ അവന്മാർ ഇതേ കേസിൽ തന്നെ കൊടുക്കും. അപ്പോൾ ശരി എന്നാൽ.